തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന ഉടൻ തന്നെ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. ശേഷം തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നുവെന്ന് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പറയുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടത്തിക്കോട് അപകടം നടന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നമ്മോടൊപ്പം ഉള്ളത്. നിങ്ങളാണ് രണ്ടുപേരുമാണല്ലേ? എന്തായിരുന്നു സാറേ ആ സമയത്ത് എത്ര പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റി? ഏകദേശം 3:30 മണിക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു പടക്ക നിർമ്മാണശാലയിൽ ഇത് സ്ഫോടനം ഉണ്ടാകുന്നൊരു കോൾ വരുന്നത്. ഉടൻ തന്നെ നമ്മൾ വടക്കാഞ്ചേരി നിലയത്തെ ഇറക്കി. വടക്കാഞ്ചേരി നിലയപരിധിയിലാണ് ഈ കോൾ വരുന്നത്. അത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ അവരെത്തുമ്പോൾ ഉഗ്ര ശേഷിയിലുള്ള വെടിമരുന്നുകളുടെ സ്ഫോടനം എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടത്. കാരണം വളരെ ശബ്ദത്തോടു കൂടി ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാരണം ഇങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്തായിരുന്നു സാറേ ആ വന്ന സമയത്ത് ആളുകൾ എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് വികാരങ്ങളെക്കാൾ കൂടുതൽ നമ്മളവിടെ പ്രൊഫഷണലിസം, നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ബോഡി പാർട്സുകൾ, അതായത് മനുഷ്യൻ്റെ മരിച്ചിരുന്നു അപ്പം തന്നെ ഉറപ്പിച്ചിരുന്നു. ഏകദേശം അത് അങ്ങനെ നമ്മുടെ ഒരു പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ അതിനകത്തുള്ളവർ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ രക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. കാരണം അത്ര ഉഗ്ര സ്ഫോടനമാണ്. ഇപ്പം നമുക്ക് തന്നെ അതിനകത്തോട്ട് കയറാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. അല്ല നമ്മളിപ്പോൾ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാഷ്വാലിറ്റീസ് ജീവനക്കാരുടെ ഭാഗത്ത്. എത്ര യൂണിറ്റാണ് സാർ ആദ്യം വന്നത്? നമ്മൾ ഒരു യൂണിറ്റ് വടക്കാഞ്ചേരിയിൽ നിന്ന് എത്തുകയും, പക്ഷേ ഈ സ്ഫോടനത്തിൻ്റെ സൗണ്ട് കേട്ട് പലരും വിളി തുടങ്ങിയോട് നമുക്ക് മനസ്സിലായി. പിന്നെ മുണ്ടത്തിക്കോടെന്ന് പറയുന്നത് നമുക്ക് ഈ സ്ഥലം നമുക്ക് അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വെടിക്കെട്ടിനുള്ള സാധനങ്ങളിവിടെ ഒരുക്കുന്നെന്നുള്ള ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടായിരുന്നുകൊണ്ടും തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ വാഹനങ്ങളും എത്തുകയും തത്സമയം തന്നെ ഇവിടെ നമ്മുടെ ഇവിടെ തൃശ്ശൂർ ക്യാമ്പ് ചെയ്തിരുന്ന റീജിയണൽ ഫയർ ഓഫീസർ, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലയുടെ ഭരണസാരഥ്യം വഹിക്കുന്ന ബന്ധപ്പെട്ട് വന്നതാണല്ലേ സാർ? ഇതായിട്ട് വന്നതാണ്, പൂരമായിട്ട് ബന്ധപ്പെട്ട് സാർ വന്നതാണ്. ജില്ലാ ഫയർ ഓഫീസറും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കോർഡിനേഷൻ പെട്ടെന്ന് തന്നെ നടത്തി ജില്ലയിലുള്ള എല്ലാ ഒരു ഏകദേശം ഒട്ടുമിക്ക സ്റ്റേഷനിൽ നിന്നും വാഹനങ്ങൾ എത്തുകയും. എത്ര ക്രൂ ആണ് നിങ്ങൾ എത്തിയത് ഇവിടെ? ഇപ്പം നമ്മുടെ ജില്ലയിൽ നിന്ന് 6ഓളം ആദ്യം നിന്ന് വടക്കാഞ്ചേരി നിലയത്തിൽ നിന്നാണ് വന്നത്. വടക്കാഞ്ചേരി നിലയത്തിൽ വന്നത് ഏകദേശം ഒരു 7 പേരോളം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 100ഓളം ജീവനക്കാർ ഇപ്പോൾ നിലവിൽ ഇത് സെർച്ചിങ് അവസാനിക്കുമ്പോൾ ഇവിടെ ഉണ്ട്. സ്കൂബ ടീമിൻ്റെ സെർച്ചിങ് ഒരു ഭാഗത്ത് നടന്നു. അതിൽ കാര്യമായി ഒന്നും അല്ല. സ്കൂബ ടീമിൻ്റെ സെർച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംശയാസ്പദമായി. ഇപ്പോൾ നമ്മളകത്ത് ജലാശയങ്ങൾ കണ്ടു. ഇൻ കേസ് എന്തെങ്കിലും ഇപ്പോൾ ഉഗ്രശേഷിയുള്ള സ്ഫോടനം നടന്നതുകൊണ്ട് ഇത് ചിലപ്പോൾ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ജലാശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫയർ സർവീസിൻ്റെ തന്നെ ഭാഗമായ സ്കൂബ ടീമിനെ നമ്മൾ വിളിച്ചു വരുത്തിയത്. അപ്പോൾ വിളിച്ചു വരുത്തുകയും അവിടെ അവർ സെർച്ചിങ് നടത്തുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില പൊട്ടാത്ത പടക്കങ്ങളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അത് പൂർണ്ണമായിട്ടും ആ കുളത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഈ ആളുകളുടെ ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ കിട്ടാനുണ്ടോ? അതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ ആളുകളുടെ എണ്ണമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഒരു അറ്റൻഡൻസ് അല്ലെങ്കിൽ ഒരു പഞ്ചിങ് മെഷീൻസ് അല്ലെങ്കിൽ ഒരു ബയോമെട്രിക് മെഷീൻസ് അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. വളരെ സാധാരണക്കാരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റോ രജിസ്റ്ററോ കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടൊരു എണ്ണം പറയാനായിട്ട് സാധിക്കത്തില്ല. നാളെയും തിരച്ചിലുകൾ പുനരാരംഭിക്കും. അപ്പോൾ മാത്രമേ നമുക്ക് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എത്ര എണ്ണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇനി എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് കാണാതിരിക്കട്ടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇനി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ബിരുദനഗർ നമ്മൾ കേട്ടപ്പോൾ തന്നെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാണ്. പക്ഷേ ഇത് ഒരു വളരെ വേദനാജനകമായൊരു സംഭവമാണ്. എന്നിരുന്നാലും നമുക്ക് ആ മനുഷ്യ ശരീരങ്ങൾ മാംസപിണ്ഡങ്ങളായിട്ട് നമ്മൾ പറക്കുക എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അതൊരു ഇതാണ്. ഫയർഫോഴ്സിൻ്റെ ഒരു മറ്റ് തുടർ നടപടികൾ, ഈ എക്സ്പ്ലോസീവ് സംബന്ധിച്ച മറ്റ് നടപടികൾ എങ്ങനെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട റീജിയണൽ ഓഫീസർ നാളെ തീരുമാനിച്ച് പരിശോധന സാറിൻ്റെ നിർദ്ദേശാനുസരണം ബാക്കിയുള്ള നടപടികൾ നമ്മൾ തുടരുന്നതാണ്. രണ്ടുപേരുമാണ് ആദ്യം എത്തിയത്. അതിന് നേതൃത്വം കൊടുത്തവരാണ്. അവരെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇനി ഒരിക്കലും ഈ ഒരു ഘട്ടത്തിൽ കാണാതിരിക്കട്ടെ, ഈ ഒരു സീനിൽ കാണാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കം കൃത്യമായ വിവരങ്ങൾ ഇല്ല ഇപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അവിടെ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ പ്രായമടക്കം പരിശോധിക്കുമ്പോൾ പലരും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അപ്പോൾ തൊട്ടടുത്ത മേഖലയിൽ ഇങ്ങനെയുള്ള ചെറിയ ജോലിയൊക്കെ ചെയ്ത് അതിൽ നിന്നും ചെറിയ വരുമാനമൊക്കെ കണ്ടെത്തി ജീവിക്കുന്ന ആളുകളായിരുന്നു. വളരെ സാധാരണക്കാരായ ആളുകളായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അവരാണ് ഇങ്ങനെയൊരു അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ആദ്യ മണിക്കൂർ രക്ഷാപ്രവർത്തനത്തിനടക്കം വലിയ തടസ്സം നേരിട്ടിരുന്നു. പിന്നീടാണ് ഈ രക്ഷാദൗത്യ സംഘാംഗങ്ങൾക്ക് പോലും അവിടെ എത്താനായത്. തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടായി. അതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ എത്തിയത് അല്പസമയം മുൻപ് നമ്മൾ കണ്ടതാണ്. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ മന്ത്രി അറിയിക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.